പറയാൻ പറ്റില്ല. ഇത്ര നമ്മൾ അറിയത്തില്ല. വെള്ളം ഇങ്ങോട്ട് കൂടുതലാണ്. ചേട്ടാ നിന്ന് പോയതാണോ? ഇന്ന് പോയി. ഇന്ന് പോയതാണ്. ഓ, എല്ലാവരോടും ചേർന്ന് ഉന്തിയല്ലേ? ഉണ്ട്. സ്ഥിരം വഴി പോകുന്നതാണോ? സ്ഥിരം വഴി പോണ. വണ്ടി പക്ഷെ ഇത്ര വെള്ളം 1 മണി ആദ്യമായി നല്ലതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെ ഇത്ര വെള്ളം ഇല്ലായിരുന്നു. തള്ളിക്കും. ഇത് സർക്കാരിന്റെ തള്ളു പോലെ നമ്മളിവിടെ കിടന്ന് തള്ളിക്കൊണ്ടിരിക്കുക. നമസ്കാരം. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പാളിപ്പോയ പദ്ധതി 2018 പ്രളയ സാധ്യത മുന്നിൽ കണ്ട് 800 കോടി രൂപയോളം ചെലവിലാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ റോഡ് നവീകരിച്ച് പുനർനിർമ്മിച്ചത്. എന്നാൽ ഓരോ വെള്ളപ്പൊക്ക ദുരിതമുണ്ടാകുമ്പോഴും ഈ റോഡിൽ വെള്ളം നിറയുകയാണ്. ഈ മേഖലയിലുള്ള ആളുകൾക്ക് വലിയ ദുരിതമാണ്. ഇതുവഴി വാഹന യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ ഇതുപോലെ കിലോമീറ്ററുകൾ കണക്കിന് ദൂരത്തിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണ്. കുറേ വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുകയാണ് അവർ. ഈ റോഡിൽ വെള്ളക്കെട്ടില്ലാത്ത തരത്തിലേക്ക് പുനർനിർമ്മിക്കുമെന്നായിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വാഗ്ദാനം. എന്നാൽ ഇത് അപ്പാടെ പാളിയിരിക്കുകയാണ്. പോകാൻ പറ്റുന്നില്ലെന്നോ അല്ലേ? കണ്ടിട്ട് ഇത്ര സേഫായിട്ട് തോന്നുന്നില്ല. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി കൂടുതലായതുകൊണ്ട് ഡൗട്ടാണ്, റിസ്ക്കാണ്. അതങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി വിട്ടിട്ട് പോകണം. കടയാണ് ചങ്ങനാശ്ശേരി. അതുകൊണ്ട് ഇന്നലെയൊക്കെ പോയായിരുന്നു? ഇന്നലെ പോയില്ല. ഇന്നലെ പിന്നെ നല്ല വെള്ളം പൊങ്ങി എന്നുള്ളത് കിട്ടിയോണ്ട് പിന്നെ പോയില്ല. ചേട്ടാ നിന്ന് പോയതാണോ? ഇന്ന് പോയി. ഇന്ന് പോയതാണ്. ഓ, എല്ലാവരോടും ചേർന്ന് ഉന്തിയല്ലേ? ഉണ്ട്. സ്ഥിരം വഴി പോകുന്നതാണോ? സ്ഥിരം വഴി പോണ. പക്ഷെ വെള്ളം വന്നപ്പം ആദ്യമായിട്ടാണോ? അല്ല, 2-3 ദിവസമായി ഇതിൽ വരുന്നു. ഇന്നലെ ഇവിടെ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നത് കച്ചവടത്തിന് വേണ്ടി വന്നാ. എല്ലാവരും കൂടെ ചേർന്ന് ഉന്തുവാ. അതെ, പിടിച്ചു തള്ളിക്കും. ഇത് സർക്കാരിൻ്റെ തള്ളു പോലെ നമ്മളിവിടെ കിടന്ന് തള്ളിക്കൊണ്ടിരിക്കുക. ഉന്തിക്കൊണ്ട് പോവല്ലേ? വളരെ കുറെ വെള്ളത്തിനകത്തോട് ഭയങ്കര ദുരിതമല്ലേ? വെള്ളത്തിലൂടെ ഭയങ്കര ഇതാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം തട്ടി നിൽക്കുന്നത്. ബാക്കി ഭാഗം ഇങ്ങോട്ട് വലിയ സീനില്ല. ഇവിടെ വരുമ്പോൾ താഴ്ന്ന് കിടക്കുന്നതാണ് മങ്ങുമ്പ്. ഇവിടെ മൊത്തം നല്ല വെള്ളമാണ്. സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് അതിലൂടെ പോകുന്നത്. ആലപ്പുഴയിലോട്ടൊക്കെ പോകും. ഇതിപ്പം ആദ്യം ഉന്തിക്കൊണ്ട് പോകുന്നത്. ഇതിപ്പം ഭയങ്കര ഭയങ്കര വെള്ളമാണ്. ഇതിന് ഇറങ്ങുമ്പോൾ കുറച്ച് താമസിക്കും. വണ്ടി കുടുങ്ങിപ്പോയി. ഓമിനി താഴ്ന്നു പോയതാ. പറയാൻ പറ്റില്ല. ഇത്ര നമ്മൾ അറിയത്തില്ല. വെള്ളം ഇങ്ങോട്ട് കൂടുതലാണ് വന്നോണ്ടിരിക്കുന്നത്. അതാണ് കെട്ടി വലിച്ച് മാറ്റി അങ്ങ് കൊണ്ടിട്ടിരിക്കുക. വണ്ടി നിന്ന് പോയി ഓണാകത്തില്ലല്ലോ. വണ്ടി പക്ഷെ ഇത്രയും വെള്ളം ഈ റോഡ് പണി ഇത്ര അനാവശ്യമായി നടന്നുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ വന്നത്. അല്ലെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. അതാണ് വെള്ളമുള്ളപ്പോൾ വണ്ടി ഓടിച്ചിട്ടില്ല. അതെ, വെള്ളമുള്ളപ്പോൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റുന്നില്ലേ? അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. ബൈക്കുകൾക്ക് പോലും പോകാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. പിന്നെ ഇങ്ങനെ ജോലി സംബന്ധമായതാണോ? വേറെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നതായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഉണ്ടതാണ്. അപ്പം അമ്പലപ്പുഴ വഴിയും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴിക്ക് വന്നു. ഈ വഴിയും പോകാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്പർ പ്ലേറ്റ് എടുക്കണം. ശരി.
വലിയ ദുരിതം തന്നെയാണ് ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികളൊക്കെ ഇതുവഴി വരുന്നുണ്ട്. അവരുടെയൊക്കെ പല വാഹനങ്ങളും കുടുങ്ങുകയും ചെയ്തു. വീട്ടിനുള്ളിൽ എപ്പോഴും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത്. ആളുകൾ ഇറങ്ങിയൊക്കെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ദുരിതത്തിന് അറുതി വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഇതുവരെയും ബന്ധപ്പെട്ട വകുപ്പുകളോ അധികാരികളോ ഒന്നും തന്നെ ഇവിടെ വന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യുകയോ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് വലിയ ആക്ഷേപം ഉയരുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് 800 കോടി രൂപ പദ്ധതിയിട്ട് ഈ റോഡ് നവീകരിച്ചത്. എന്നാൽ ഈ റോഡിൽ ഇപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 3-4 ദിവസമായി വെള്ളം നിറഞ്ഞു കിടക്കുന്നു. കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ നിന്നും വരുന്ന വെള്ളം ഇത് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വ്യാപിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ വീടുകളിലും ഇപ്പോൾ വെള്ളം കയറിയ സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ മങ്കൊമ്പ്, കിടങ്ങറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കിലോമീറ്ററുകൾ കണക്കിന് ദൂരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. ഇതുവഴി വരുന്ന വാഹനങ്ങളൊക്കെ യാത്ര ചെയ്താലും പിന്നീട് അത് അതായത് വർക്ക്ഷോപ്പിലേക്ക് കയറ്റേണ്ട, തകരാറുകൾ സംഭവിച്ച് കേടുപാടുകൾ സംഭവിച്ച് വർക്ക്ഷോപ്പിലേക്ക് കയറ്റേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ചങ്ങനാശ്ശേരി.